So, according to the mechanism of hearing, the sound waves from the external ear moves through the internal ear, middle ear, and from the middle ear, these vibrations are passed into the oval window of the internal ear. Now from the oval window, these vibrations are passed to the fluid of cochlea. അതായത് ഓവൽ വിൻഡോ പിന്നെ അത് എൻ്റർ ചെയ്യുന്നത് കോക്ലിയൽ പാർട്ടിലേക്കാണ് ഇത് എൻ്റർ ചെയ്യുക. കോക്ലിയ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് വാട്ട്? വിച്ച് ഫ്ലൂയിഡ്? പെരിലിംഫ്. ഓക്കെ, ആൻഡ് ദിസ് ഈ ഫ്ലൂയിഡിലൂടെ, കോക്ലിയൽ ഫ്ലൂയിഡിലൂടെ ദിസ് വൈബ്രേഷൻസ് മൂവ്സ്. അപ്പോൾ ഈ ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഇന്റേണൽ ഇയറിൽ എന്ത് വരുന്നത്? സ്കാല വെസ്റ്റിബുല, സ്കാല ടിംപാനെ, ഓർഗൻസ് ഓഫ് കോർട്ടി, ഇതെല്ലാം വരുന്നുണ്ട്. ഈ പോർഷനാണ് എന്ത്? കോക്ലിയ. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഈ ഫ്ലൂയിഡിലൂടെ പോകുമ്പോൾ ഇറ്റ് ജനറേറ്റ്സ് വേവ്സ് ഇൻ ദ ലിംഫ്സ്. അപ്പോൾ ഈ ലിംഫ് വഴി, അതായത് ഈ ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ജനറേറ്റ്സ് എ വേവ് ജനറേറ്റ് ചെയ്യും. നൗ ദ വേവ്സ് ഇൻ ദ ലിംഫ് ഇൻഡ്യൂസ് എ റിപ്പിൾ ഇൻ ദ ബേസിലർ മെംബ്രെയിൻ. ബേസിലർ മെംബ്രെയിൻ എവിടെയാണ് വരുന്നത്? നമ്മൾ ഓർഗൻസ് ഓഫ് കോർട്ടി, അതായത് കോക്ലിയന്റെ ഇന്റേണൽ സ്ട്രക്ചറിൽ വരുന്ന ഓർഗൻസ് ഓഫ് കോർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഇറ്റ് പോസസ് എ ബേസിലർ മെംബ്രെയിൻ. അപ്പോൾ ഈ വേവ്സ് പാസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യും. ഈ ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ വേവ്സ് എന്ത് ജനറേറ്റ് ചെയ്യും? ഇറ്റ് മേ ജനറേറ്റ് വേവ്സ്. വൈബ്രേഷൻസ് വേവ്സ് ആയി മാറും. ദെൻ this waves induce a ripple in the basilar membrane. ഈ basilar membrane ഒരു ripple induce ചെയ്യും. Now these movements of the basilar membrane, അപ്പോൾ ഈ basilar membrane ഈ മൂവ്മെന്റ്സ്, അതായത് ചെറിയൊരു വൈബ്രേഷൻ basilar membrane വരും. അപ്പോൾ ഈ വൈബ്രേഷൻ, ഈ മൂവ്മെന്റ്സ് വരുമ്പോൾ basilar membrane മുകളിലാണ് എന്ത് കാണുന്നത്? ഹെയർ സെൽസ്. നേരത്തെ പറഞ്ഞിരുന്നു ഈ ഹെയർ സെൽസ് ഒന്ന് ബെൻഡ് ചെയ്യും. ആൻഡ് ദിസ് ഹെയർ സെൽസ് ആർ നൗ പ്രസ്സിംഗ് ദം അഗെയിൻസ്റ്റ് ദ ടെക്ടോറിയൽ മെംബ്രെയിൻ. നൗ ദിസ് ഹെയർ സെൽസ് ബെൻഡ് ആൻഡ് ദേ ആർ പ്രസ്സിംഗ് ദം അഗെയിൻസ്റ്റ് ദ ടെക്ടോറിയൽ മെംബ്രെയിൻ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് എ നെർവ് ഇമ്പൾസ് ഈസ് ജനറേറ്റഡ്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ ബേസിലർ മെംബ്രെയിന്റെ മൂവ്മെന്റ് കൊണ്ട് അവിടുത്തെ ഹെയർ സെൽസ് ബെൻഡ് ചെയ്യും against the tectorial membrane. കാരണം ഹെയർ സെൽസിന്റെ മുകളിലായിട്ടാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ കാണുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഹെയർ സെൽസ് ബെൻഡ് ചെയ്യുമ്പോൾ ഒരു നെർവ് ഇമ്പൾസ് അവിടെ ജനറേറ്റ് ചെയ്യും. ഈ നെർവ് ഇമ്പൾസ് ഇൻ അസോസിയേറ്റഡ് വിത്ത് അഫറൻ ന്യൂറോൺസ്. അങ്ങനെ ഈ നെർവ് ഇമ്പൾസ് ആ പൊസിഷനിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഹൂ വിൽ ക്യാരി ദോസ് നെർവ് ഇമ്പൾസ്? അഫറൻ ന്യൂറോൺസ്. അഫറൻ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ എപ്പോഴും ഓർഗനിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുന്നതാണ് അഫറൻ ന്യൂറോൺസ്. അപ്പോൾ അവിടെ നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ആര് ക്യാരി ചെയ്യും? അഫറൻ ന്യൂറോൺസ് ടു ദ സെൻട്രൽ ബ്രെയിനിലേക്ക് എത്തിക്കും. നൗ ദീസ് ഇമ്പൾസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ അഫറൻ ന്യൂറോൺസ് ഓർ അഫറൻ ഫൈബേഴ്സ് ത്രൂ. അപ്പോൾ അവിടെ തന്നെ എന്ത് വരുന്നുണ്ട്? ഓഡിറ്ററി നെർവ്സ് വരുന്നുണ്ട്. അതായത് നമ്മളെ ഐസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നെർവ് ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് ഒപ്റ്റിക് നെർവ് വഴിയാണ് ബ്രെയിനിലെത്തുക. ഇയറിന്റെ കേസിൽ അഫറൻ നെർവ് ഫൈബേഴ്സ് വിച്ച് മേ ക്യാരി ഇമ്പൾസസ് ത്രൂ ഓഡിറ്ററി നെർവ്സ്. അവിടെയുള്ള നെർവ്സ് ആണ് എന്ത്? ഓഡിറ്ററി നെർവ്. ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലെത്തും. ബ്രെയിനിലെത്തി കഴിയുമ്പോൾ ബ്രെയിനിന്റെ സെരിബ്രം പോർഷനിൽ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതായത് ഹിയറിങ്ങിനുള്ള ഈ സെരിബ്രൽ കോർട്ടെക്സ് സ്പേസ്, സെരിബ്രത്തിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സെന്റർ ഫോർ ഹിയറിംഗ്, സെന്റർ ഫോർ സീയിങ്, വിഷൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ നേരെ ഇമ്പൾസ് പോയിട്ട് എവിടെ എത്തും? ഇറ്റ് റീച്ചസ് ദ ഓഡിറ്ററി കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ സെരിബ്രത്തിലുള്ള ഓഡിറ്ററി കോർട്ടെക്സിലെത്തും. അവിടെ വെച്ച് ദിസ് ഇമ്പൾസസ് ആർ അനലൈസ്ഡ് ആൻഡ് ഫൈനലി the sound is recognized. അങ്ങനെയാണ് ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ സൗണ്ട് വേവ്സ് നേരെ അങ്ങോട്ട് പാസ് ചെയ്ത് അവിടെ എത്തണം. ഒന്നുകൂടി ചുരുക്കി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ the sound waves travels through the external pinna വഴി external auditory canalലൂടെ പാസ് ചെയ്ത് it reaches the tympanic membrane.
tympanic membrane എത്തിക്കഴിയുമ്പോൾ the sound waves tympanic membrane touch ചെയ്യുമ്പോൾ convert to vibrations. These vibrations are passed through the middle ear. മിഡിൽ ഇയർ അതായത് 3 ഇയർ ഓസിക്കിൾസ് ഉണ്ട്, മാലിയസ് ഇന്റർസ്റ്റേറ്റ്സ് വഴി പാസ് ചെയ്തു ഇറ്റ് റീച്ചസ് ഓവൽ വിൻഡോ. ദെൻ ഫ്രം ദ ഓവൽ വിൻഡോ ഇറ്റ് എൻ്റർ ഇൻ ടു ദ ഫ്ലൂയിഡ് ഓഫ് കോക്ലിയ. ഈ കോക്ലിയയുടെ ഫ്ലൂയിഡിൽ എത്തിക്കഴിയുമ്പോൾ ദിസ് എന്താ പറയുക വൈബ്രേഷൻസ് ആർ കൺവേർട്ടഡ് ടു വേവ്സ് ആയിട്ട് പോകും. ഈ വേവ്സ് എവിടെ എത്തും? ഇറ്റ് കോസസ് ദ മൂവ്മെന്റ് ഇൻ ദ ബേസിലാർ മെംബ്രെയിൻ പ്രസന്റ് ഇൻ ദ ഓർഗൻസ് ഓഫ് കോർട്ടി. അപ്പോൾ ഇവിടെയുള്ള ബേസിലാർ മെംബ്രെയിനിൽ വരുന്ന മൂവ്മെന്റ് കൊണ്ട് അതിന്റെ മുകളിലുള്ള ഹെയർ സെൽസിന് ഒന്ന് ബെൻഡ് ചെയ്യും അഗെയിൻസ്റ്റ് വാട്ട് ടെക്ടോറിയൽ മെംബ്രെയിൻ. ദിസ് മേ ക്രിയേറ്റ് ദിസ് മേ റിസൾട്ട്സ് ഇൻ ജനറേഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഈ നെർവ് ഇമ്പൾസ് എഫറൻ ന്യൂറോൺസ് വഴി ഓഡിറ്ററി നെർവിലൂടെ പാസ് ചെയ്ത് ഇറ്റ് റീച്ചസ് ദ ബ്രെയിൻ. ബ്രെയിനിൽ എവിടെ എത്തുക? അതായത് ഓഡിറ്ററി സെന്റർ ഉണ്ട് ബ്രെയിനിന്റെ, അവിടെ എത്തും. എന്നിട്ട് ഈ ഇമ്പൾസിസ് എത്തിക്കഴിയുമ്പോൾ this impulse are analyzed by the brain and the sound is recognized. അങ്ങനെയാണ് the mechanism of hearing. Okay, so that's all about this chapter. So we are finished this chapter, mechanism of hearing. So in this chapter we have studied different neurons. അതായത് ന്യൂറോൺസിനെ കുറിച്ച് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ്, എങ്ങനെയാണ് ന്യൂറോൺസ് വഴി ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്. Then we have studied about the different parts of the brain. Then we have studied sensory. എങ്ങനെയാണ് what are the different sense organs. ഇവിടെ ഐസും ഇയേഴ്സും മാത്രമേ പറയുന്നുള്ളൂ. ഈ സെൻസറി ഓർഗൻസ് വഴി എങ്ങനെയാണ് ഇമ്പൾസ് ബ്രെയിനിൽ എത്തുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ we have studied 2 examples. മെക്കാനിസം ഓഫ് ഐസിലൂടെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് പാസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ഹാവ് ഡിസ്കസ് ദ മെക്കാനിസം ഓഫ് ഹിയറിംഗ്. എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? ബിക്കോസ് ഇയർ ഈസ് എ സെൻസ് ഓർഗൻ. Using this sense organ we have studied how we can hear, what are the mechanism of hearing, etc. So this chapter is finished. I think all of you have understood. If you have any doubts you can ask me personally. Okay, thank you all.